ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നും ഒരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ രാവിലത്തെ പണികളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ തലേദിവസം തന്നെ കുറച്ചൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. രാവിലെ നേരത്തോടെ സ്കൂളിൽ പോകുന്ന പിള്ളേർ, അതുപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരും ആണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് പണികൾ ചെയ്തിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറയുണ്ടായി ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്കാറാണ്. ഒരു മാസത്തോളം നമുക്ക് ആ ഒരു മസാല അങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും, ഒരു കേടും ഉണ്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇവിടെ നിന്നും അങ്ങനെ ഇലക്ട്രിസിറ്റി നമുക്ക് പവർ കട്ട് ഉണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, കറണ്ട് പോകുന്നൊരു ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പോൾ ഫ്രിഡ്ജ് എപ്പോഴും വർക്കിംഗ് ആയിരിക്കുമല്ലോ, അപ്പം അത്ര പെട്ടെന്ന് കേടാവില്ല. നാട്ടിലാണെങ്കിലും അതെ, കേടാവാത്ത തരത്തിൽ ഇപ്പോൾ ഒരു ദിവസം ഫുള്ളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലൊക്കെ ഉള്ളൂ ഭയങ്കര ലോങ് ആയിട്ട് നമുക്കത് വെക്കാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കേടില്ലാണ്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു കുറച്ച് സമയമൊക്കെ കറണ്ട് പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകം അരക്കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പിടി കറിവേപ്പില എടുത്ത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമായിട്ട് ഞാൻ സെപ്പറേറ്റ് പേസ്റ്റാക്കി വെക്കാറുണ്ട്. അത് രാവിലെ നമുക്ക് വളരെ എളുപ്പമാണ്, കറികളൊക്കെ ഉണ്ടാക്കാനൊക്കെ പെട്ടെന്നായി കിട്ടും. അപ്പോൾ കുട്ടികളാണെങ്കിലും രാവിലെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 5:30 ഒക്കെ ആവും തിരിച്ചു വരാൻ. അപ്പോൾ അത്രയും സമയം നിൽക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ പോകുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും കഴിക്കില്ല. അപ്പോൾ അവർക്ക് 2 or 3 ഒക്കെ ടിഫിനായിട്ട് കൊടുത്തു വിടണം. എന്നാലാണ് വൈകിട്ട് നല്ലോണം ലേറ്റായി വരുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. ഒരാൾ മാത്രമാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഞാൻ ഉരിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഞാൻ ഒരേ അളവിൽ തന്നെയാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുള്ളത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് എല്ലാം കൂടെ നമ്മൾ ഫിഷിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടല്ല, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ സെപ്പറേറ്റ് ചതച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളി കൂടുതൽ എടുക്കാം. 1 കപ്പ് ചെറിയുള്ളിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് കണക്കാക്കിയിട്ട് 1 കപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുക്കാം. അപ്പോൾ അത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ 1 കപ്പ് മതി കേട്ടോ. ചെറിയുള്ളി 1 കപ്പ് ഫുള്ളായിട്ടും അങ്ങനെ ആയിട്ട് എടുത്തിട്ട് അതിലേക്ക് പിന്നെ ആവശ്യത്തിന് പച്ചമുളകും പിന്നെ ഞാൻ നേരത്തെ കഴുകി വെച്ചല്ലോ കറിവേപ്പിലയും പെരിഞ്ജീരകവും ഒക്കെ, അതും ഒക്കെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെക്കാനുള്ളതാണ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മിക്സിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതിന് ശേഷം ആക്കിയാലാണ് മറ്റേ പെരിഞ്ജീരകമൊക്കെ ഇടുന്ന കാരണം അതിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ വരും. അപ്പോൾ അത് കാരണം ആദ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ചില്ലി ഞാൻ ഓൾറെഡി കഴുകി വെച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതുകൊണ്ടാണ് കഴുകാത്തത്, മറ്റേതൊക്കെ കഴുകി ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചാണല്ലോ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകും പേസ്റ്റ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റെഡിയാക്കിയുള്ളത്. അപ്പം ചില്ലി കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്, എരിവിനനുസരിച്ചിട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ ചില്ലി ആണെങ്കിലും ഞാനിവിടെ എരിവില്ലാത്ത ചില്ലിയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്, ആ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഭയങ്കര പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ എടുക്കാറില്ല. കാരണം നമുക്ക് ബിരിയാണിയൊക്കെ മസാല ആക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ അമ്മിയിലൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ കുത്തമ്മിയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെയ്യൂലേ, അതുപോലെ ചതച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ ചെയ്യൽ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാത്തിൽക്കും യൂസ് ചെയ്യൽ, വെറും പേസ്റ്റ് മാത്രമായിട്ട് അങ്ങനെ വെക്കാറില്ല. അപ്പോൾ അത് നമ്മൾ സാധാ ഇവിടെ വാങ്ങിക്കുന്ന കുപ്പിയാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലീവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിക്കുന്ന കുപ്പി കഴുകിയിട്ട് അങ്ങനെ അതിലാണ് കേട്ടോ. ഗ്ലാസിൻ്റെ ജാറായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റേത് പ്ലാസ്റ്റിക്കിൻ്റെതാവുമ്പം അതിൻ്റെ ആ ഒരു സ്മെല്ലും അത്ര നല്ലതല്ല, ഹെൽത്തിയും അല്ല. അപ്പോൾ അതവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫിഷ്, ചിക്കന് ഇങ്ങനെയുള്ള മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പച്ചമസാലയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം പെരിഞ്ജീരകവും കറിവേപ്പിലയും കഴുകി വെച്ചത് മിക്സിയിലിട്ട് കൊടുത്ത് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഒന്നിച്ച് ലോഡായി പോവില്ല നമ്മളുടെ മിക്സിയിൽ ജാറിൽ. അപ്പോൾ അത് കാരണം ആദ്യം അതൊന്ന് ഒതുക്കിയിട്ട് എടുക്കുക. കാരണം ഇതിങ്ങനെ ഭയങ്കര വേറിട്ട് നിൽക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് പെരിഞ്ജീരകവും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കഴിഞ്ഞാൽ തന്നെ മിക്സി ഫുള്ളാവും. അപ്പോൾ ഞാൻ അതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അത് ഒതുക്കിയെടുത്തതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കേടാവാണ്ടിരിക്കാനാണ് നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരാകുമ്പം
ഈ ഒരു ഓയിലോ അല്ലെങ്കിൽ വിനീഗറോ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വിനീഗറും ഓയിലും സാൾട്ടും ആണ് കേട്ടോ ഞാൻ ഇട്ടത്. വെളിച്ചെണ്ണ അല്ല, നമ്മൾ സാധാരണ കുക്കിംഗ് ഓയിലോ ഒലീവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതി. ഒലീവ് ഓയിലും എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. എന്നുവെച്ചാൽ സ്മെല്ലില്ലാത്ത ഓയിൽ എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. എന്നിട്ട് കുറച്ച് സാൾട്ടും കൂടെ ഇട്ടിട്ട് നമ്മളത് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ കാലത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മാത്രം വിനീഗറും ഓയിലും പിന്നെ ഇത് ഇട്ടുകൊടുത്താൽ മതി, സാൾട്ട് ഇട്ടുകൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇരിക്കും കേട്ടോ. ഒരു 15 ദിവസമൊക്കെ എന്തായാലും ഇരിക്കും. പിന്നെ എടുക്കുന്ന സമയത്ത് നമ്മളിത് ഗ്ലാസിൻ്റെ ജാറിലാക്കിയിട്ട് തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളമില്ലാത്ത സ്പൂൺ കൊണ്ടൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമുക്കിത് നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലേശം വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 സ്പൂണൊക്കെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ അത് അതിനേക്കാളും നല്ലത് ആ ഉള്ളിയുടെ ഒക്കെ ആ ഒരു ഇതിൽ തന്നെ അരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ വിനീഗറും ഓയിലൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പം ഒരു 2 ആഴ്ചക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കി വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ നമ്മളത് ഗ്ലാസിൻ്റെ ജാറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾക്ക് രാവിലെ പണികൾ പെട്ടെന്ന് തീർത്ത് വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഫിഷോ ചിക്കനോ എന്താണെന്ന് വെച്ചെങ്കിലൊക്കെ നമുക്ക് തലേദിവസം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ മസാല ഉണ്ടെങ്കിൽ ശരിക്കും ഭയങ്കര ഒരു ധൈര്യമാണ് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് അതാട്ടോ. അല്ലാണ്ട് ഈ ഒരു മസാല ഉള്ളതുകൊണ്ട് നമ്മളുടെ പണികൾ പെട്ടെന്ന് തീരൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആക്കിയെടുക്കാൻ എല്ലാത്തിനും പറ്റും. ഇപ്പോൾ വെജിറ്റബിൾ കറി ആണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ തന്നെ ചോറ് തിന്നാൻ പറ്റുന്ന തരത്തിലുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ ഈ മസാല യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ സ്രാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ദിവസത്തിനുള്ള മസാല ആക്കി വെക്കുന്നുണ്ട്, ഞാൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തിനൊക്കെ യൂസ് ചെയ്യാനാണ് എങ്കിൽ രാത്രി മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ എടുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിറ്റേ ദിവസം വൈകിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. ഫ്രീസറിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസത്തിന് ഇതാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത്. പിന്നെ ഫിഷ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നമ്മളുടെ ആ പച്ചമസാല ഇട്ട് കൊടുത്തു. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചില ആൾക്കാർക്ക് വിനീഗർ ഇതാവില്ല. കാരണം വിനീഗറും ഫിഷ് മീറ്റ് അങ്ങനത്തെ ഒന്നും ഒരുമിച്ച് കഴിക്കാൻ പറ്റാത്ത ശരീരപ്രകൃതി ഉള്ളവരും ഉണ്ടാവും. അപ്പോൾ അവർ വെള്ളം ഒഴിച്ചിട്ട് ചെയ്താലും മതി. പക്ഷേ വിനീഗർ ഒഴിക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ നല്ലൊരു ഫിഷിനൊക്കെ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ പോയിട്ട് കിടന്ന് കുട്ടികൾ ഒക്കെ എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ പോകുന്ന തിരക്കിൻ്റെ ആ ഒരു ഇതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഉള്ളിച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. തലേദിവസം റൈസ് ഉണ്ടാക്കിയത് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉള്ളിച്ചോറാണ് ഉണ്ടാക്കിയത്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളിച്ചോറ്. അപ്പം രാവിലെ ഞാൻ അതാണ് ആക്കിയത്. പിന്നെ മോനക്കാണെങ്കിലോ വൈകിട്ട് വരെ ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് കാരണം അവനക്ക് കുറച്ച് ഹെവി ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളത് തന്നെ വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയത് നമ്മൾ ചോറിന് ബാക്കി വന്നുകൊണ്ട് ആ ചോറ് കൊണ്ട് തന്നെയാണ് ഞാൻ ആക്കിയെടുത്തില്ല. പുട്ടിന് ഉതിർത്തുന്ന പോലെ ആക്കിയിട്ട് ഒരു ഉണ്ടേനെ കേട്ടോ. നമ്മൾ കൊഴുക്കട്ടയല്ലേ ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പം അങ്ങനെ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് അമർത്തിയിട്ട് ബോളാക്കിയിട്ട് ആവി കയറ്റിയിട്ട് അങ്ങനെ അതാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ക്ലാസ്സിൽ പോയി. മോൾക്ക് ഓൺലൈനായിട്ട് തന്നെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ മത്തയിട്ട് നമ്മളുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു മത്ത കൊണ്ടുള്ളൊരു വരകിയൊരു മത്ത ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, മത്ത വരകിയത് തന്നെയാണ് അതിനെ പറയൽ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ നല്ല പഴുത്ത മത്തയാണ് ഇതിന് വേണ്ടത്. അപ്പം നെസ്റ്റോയിൽ പോയപ്പം നല്ല പഴുത്ത മത്ത കണ്ടപ്പോൾ എനിക്ക് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ആഗ്രഹം, നമുക്കുണ്ടാവില്ലേ ഒരു നെസ്റ്റാൾജിക് ഫീല്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മത്ത മേടിച്ചു. എന്നിട്ട് മത്ത ശരിക്കും കഷ്ണങ്ങൾ നല്ലോണം ഇതാക്കിയിട്ട് കഷ്ണങ്ങളാക്കുക. നല്ല പൊടിയുള്ള മത്ത വേണം കേട്ടോ. എന്നിട്ട് നല്ലോണം വാഷ് ചെയ്ത് നമ്മൾ ഇതേപോലെ ഒന്നും ഇടേണ്ട, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ അത് കുക്കറിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ.
അപ്പോൾ ജസ്റ്റ് കുക്കറിൽ ഇട്ടോളം നിർബന്ധമൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇട്ടത്. മത്ത കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ നല്ല വലിയ അത്യാവശ്യം വലുപ്പമുള്ളൊരു പോട്ടിലിട്ടിട്ട് നമുക്കങ്ങനെ വേവിച്ചെടുത്താലും മതി കേട്ടോ. മൺകലത്തിലാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത്. ഇത് ശരിക്കും ചോറും പൊടിയും കൂടെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കൈ തൊടാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിൽ ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു ഇതുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ബോളാക്കിയെടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും ഏലക്കായും ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്ത് ഞാനത് കാണിച്ചിട്ടുണ്ടായി നേരത്തെ ചോറ് കാണിച്ച സമയത്ത് തന്നെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാലൻസ് വന്നതാണ് അവിടെ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് ഉണ്ടാക്കൽ. കുട്ടികൾക്ക് കൊടുത്തയക്കാനും കുട്ടികൾക്ക് പോകുമ്പോൾ കഴിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കൽ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇരട്ടി പണിയാവും. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നോടത്ത് ചെയ്താൽ മതി. പിന്നെ കുട്ടികൾക്ക് എന്ത് കൊടുത്താലും അവർ കഴിച്ചിട്ട് വരും. അവർക്ക് അങ്ങനെ ഇന്നതാവണം എന്നുള്ളതൊന്നുമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ മത്ത വിസിലൊക്കെ ഒരു 2-3 വിസിലടിച്ചപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എയറൊക്കെ പോയി നല്ലോണം മത്ത വെന്ത് നല്ലോണം കലങ്ങിയിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ കുത്തി ഉടച്ച് നല്ലോണം ഇതിനെ ഇതാക്കിയെടുക്കണം കേട്ടോ. നല്ലോണം സ്മാഷ് ചെയ്തിട്ട് എടുക്കണം. ശരിക്കും ഇതിലേക്ക് ശർക്കര പാനിയായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിങ്ങനെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ബാലൻസ് വന്നുകൊണ്ടും പിന്നെ ഇതിന് കരുതിയിട്ട് കുറച്ച് കൂടുതലായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ശർക്കര ഉരുക്കിയെടുത്തു. എന്നിട്ട് അതിലേക്ക് ഞാൻ തേങ്ങ ചിരവിയിട്ട് അതുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ ഒരു ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ആ ബോളിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് ബോളാക്കിയിട്ട് ആവി കയറ്റിയതായിരുന്നു. അപ്പോൾ ഞാനിതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും ഇതിലേക്ക് പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനിയാക്കിയിട്ട് പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അത്രയും മതി കേട്ടോ. ഇങ്ങനെ തന്നെ ആക്കണം എന്നൊന്നുമില്ല. ഞാനിതിങ്ങനെ ബാലൻസ് വന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ ആ ഒരു മധുരം മാത്രം നമ്മൾക്ക് ഈ ഒരു ഇതിലേക്ക് നടക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് 2 അച്ചും കൂടെ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പാനിയാക്കിയിട്ട് ഒഴിച്ചെടുക്കണമെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഞാൻ കല്ലൊന്നുമില്ല മുന്നേ യൂസ് ചെയ്യുന്ന ശർക്കരയാണ്. അപ്പോൾ അധികം കല്ലൊന്നും വരലില്ല കേട്ടോ. അപ്പോൾ അത് ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ശർക്കര അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പാനിയാക്കിയിട്ട് ഒഴിച്ചാൽ തന്നെ മതി കേട്ടോ. പിന്നെ നമ്മൾ ആ തേങ്ങയുടെ കൂട്ടിട്ടപ്പോൾ അതിൽ കുറച്ച് ഏലക്കായപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനൊരു 2 ടീസ്പൂൺ മാത്രമാണ് ഇവിടെ ഏലക്കായപ്പൊടി ഇട്ടുള്ളത്. ഏലക്കായപ്പൊടി തന്നെ ഓവറായി പോവണ്ട. അപ്പോൾ ഞാൻ അതിന് കണക്കാക്കിയിട്ട് ആണ് 2 ടീസ്പൂൺ ഇട്ടത്. കുറച്ചതിലുണ്ടായിരുന്നു, ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് സിന്നമണിൻ്റെ സ്റ്റിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും തന്നെ നല്ലൊരു ഫ്ലേവറാണ് ആ ഒരു സിന്നമണിൻ്റെ ഒരു സ്റ്റിക്കും. അത് ഉമ്മയുടെ ആ ഒരു ഇതായിട്ട് ഉമ്മ ഇടാറുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഏലക്കായപ്പൊടി മാത്രമാണ് ഇടാറുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1.5 കയ്യിൽ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പത്തിരിപ്പൊടിയോ ഏത് തരം പൊടിയാണെങ്കിലും പുട്ടുപൊടി പറ്റില്ല, തരിയില്ലാണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പത്തിരിപ്പൊടിയോ ഇനിയിപ്പം അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് വെള്ളമൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ അരിപ്പൊടി വീട്ടിൽ അരിപ്പൊടിയാണ് കേട്ടോ ഉമ്മ എടുക്കാറുണ്ടായിരുന്നത്. അരിപ്പൊടി കലക്കിയിട്ട് തന്നെയാണ് ഒഴിക്കൽ. പക്ഷെ ഞാൻ വേറൊരാളുടെ അടുത്ത് ഇങ്ങനെ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ ഇങ്ങനെയും ചെയ്യാറുണ്ടെന്ന്. വെള്ളത്തിൽ കുതിർത്തിയിട്ട് നമ്മൾ ദോശയുടെ അരിയില്ലേ അത് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അത് ജസ്റ്റ് അരച്ചിട്ട് അത് ഒഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് നമ്മളവിടെ എന്നുള്ളത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഇത് കണ്ടില്ലേ നല്ലോണം കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് കുറുകി കിട്ടും. അപ്പോൾ നല്ല അടിപൊളി മത്ത വരകിയതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരിക്കും നമ്മളെ നാട്ടിലുണ്ടാക്കുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. വീട്ടിലുമ്മ മത്ത കുത്തിയിടുന്ന സമയത്ത് മത്ത കായ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ലോണം പഴുപ്പിച്ചിട്ട് എടുത്തു വെക്കും. എന്നിട്ട് ആ മത്ത ഉണ്ടാക്കുന്ന കുരുവില്ലേ അതിൻ്റെ ആ ഒരു കുരു ഉണ്ടാവില്ല, അതാണ് നെക്സ്റ്റ് ഇയറിലേക്ക് മത്താക്കിയിട്ട് ഇതേപോലെ മത്ത കുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ പ്ലാന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മത്ത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഇതാണ്. എന്നപ്പോൾ ഇത് ഉണ്ടാക്കാന്നുള്ള ഒരു ആകാംക്ഷയിൽ നിൽക്കും. അപ്പം മട ഫ്രീ നോക്കിയിട്ടാണ് ഉമ്മ ഉണ്ടാക്കാറുണ്ടായിരുന്നത് നമ്മൾ ചെറുതിലാകുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ അതോട് കൂടിയിട്ട് ആ മത്ത വരക്കൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാനതിലേക്ക് ഒന്നും കൂടെ അഡീഷൻസ് ചെയ്യുകയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തിട്ട് അതിലേക്ക് ഇടുന്നുണ്ട്.
കാരണം ഇവിടെ മക്കൾക്കൊന്നും വലിയൊരു പിടുത്തം അതില്ല. ഇത് ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. ഒരു ഹൽവ പോലെ ആക്കിയിട്ട് അവർ കഴിക്കും. നമ്മൾ ക്യാരറ്റ് ഗീറൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ഹൽവ പോലെ ആക്കിയിട്ട് ഹൽവ പോലെ ആ ഒരു കൺസെപ്റ്റിൽ കഴിക്കും. പക്ഷേ ഇതിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടോ ഒന്നും കഴിക്കുന്നതല്ല. അപ്പോൾ ഞാൻ അവരൊന്നും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും നല്ലൊരു അതിൻ്റെ ഇടയിൽ നമുക്ക് കടിക്കാനും കൂടെ കിട്ടുകയാണല്ലോ. അപ്പോൾ ഇതാ ഇന്നത്തെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു കേട്ടോ എനിക്കത് ഉണ്ടാക്കിയിട്ട്. ഞാൻ വെറുതെ ഇരുന്ന് കഴിക്കുമായിരുന്നു. നാട്ടിൽ വിളിച്ച സമയത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായി അവരുടെ അടുത്ത്, ഞാനിതേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കലാണ് ഇപ്പോൾ പണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി കുളിനനൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയത് വന്ന് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ